Buggers. Maybe we are poor. Coolies. Trolley pullers. But we are not buggers. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയുടെ തന്നെ വൺ ഓഫ് ദ ലെജൻഡ് എന്നൊക്കെ വിളിക്കാവുന്ന സാക്ഷാൽ ജയനെ കുറിച്ചാണ്. പിന്നെ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു ഡിസ്ക്ലെയിമർ തരാം. ചിലപ്പം ചെറുതും വലുതുമായിട്ടുള്ള മിസ്റ്റേക്കുകൾ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മെയിനായിട്ട് ജയൻ എന്ന നടനെ കുറിച്ച് സംസാരിക്കുമ്പം നമ്മൾ എത്ര റിസർച്ച് ചെയ്തു എന്ന് പറഞ്ഞാലും ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതെ, ഞാനൊരു 2K കിഡാണ്. അതുകൊണ്ട് തന്നെ 80s ഒരു മികച്ച നടനെ കുറിച്ച് സംസാരിക്കുമ്പം അതിൻ്റെതായിട്ടുള്ള ചില മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വീഡിയോയിൽ വരുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴേ സോറി പറയാം. അതേപോലെ തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ജയനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് റെക്കമെൻഡ് ചെയ്തത്. പണ്ട് ശങ്കറിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോഴേ ഈ ഒരു പ്ലാൻ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ജയനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മലയാളത്തിലെ തന്നെ മികച്ചൊരു ആക്ഷൻ കിങ് എന്ന് വേണ്ടിയിട്ട് നമുക്ക് വിശേഷിപ്പിക്കാം. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, മറ്റൊരു ഡ്യൂപ്പ് ഇല്ലാതെയാണ് അദ്ദേഹം ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുന്നത്. ഇത് മറ്റൊരു ഡ്യൂപ്പിനെ വെക്കാതെ തന്നെ ഇത്രയും അതിസാഹസികമായ രംഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സൗത്ത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടർ തന്നെ വേണ്ടിക്ക് നമുക്ക് ജയനെ വിശേഷിപ്പിക്കാം. മറ്റ് പഴയകാല നടന്മാർക്കൊന്നും കിട്ടാത്തത്രയും ക്രേസും പോപ്പുലാരിറ്റിയും ജയൻ എന്ന നടന് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമായിട്ടും ആ കാലഘട്ടത്തിലെ യുവാക്കൾക്കിടയിലാണ് ജയൻ എന്ന നടൻ ഇത്രയധികം തരംഗമായി മാറിയത് എന്ന് വേണ്ടിക്ക് നമുക്ക് പറയാം. കാരണം ഇത്രയും നന്നായിട്ട് ആക്ഷൻ രംഗങ്ങളൊക്കെ ചെയ്യുന്ന മറ്റൊരു നടൻ ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ജയൻ ജീവനോടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ താരപദവി ഇനിയും മുകളിലോട്ട് പോകുമായിരുന്നു. അല്ലെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ എന്നീ പുതിയ നടന്മാരുടെ വരവോടുകൂടി അദ്ദേഹം ഫീൽഡ് ഔട്ട് ആവുമായിരുന്നു. നമുക്ക് സംസാരിക്കാം. ആദ്യം തന്നെ ജയന്റെ സിനിമാ ജീവിതത്തിന്റെ തുടക്കം തൊട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഈ ജയൻ എന്ന് പറയുന്നത് ജയന്റെ ഒറിജിനൽ പേരല്ല, കൃഷ്ണൻ മാധവൻ നായർ എന്നുള്ളതാണ് ജയന്റെ യഥാർത്ഥ പേര്. 1972 പ്രേം നസീർ നായകനായിട്ട് വന്ന പോസ്റ്റുമാനെ കാണാനില്ല എന്ന സിനിമയിലൂടെയാണ് ജയൻ മലയാള സിനിമയിലേക്ക് ആദ്യമായി കടന്നു വരുന്നത്. പക്ഷേ വിക്കിപീഡിയയിൽ ജയന്റെ ആദ്യത്തെ സിനിമയായിട്ട് പറയുന്നത് 1974 റിലീസായ ശാപമോക്ഷം എന്ന സിനിമയാണ്. ഏതായാലും 1972-74 കാലഘട്ടത്തിൽ മലയാള സിനിമയിലെത്തിയ ജയൻ ആ ഒരു ടൈമിൽ ചെറിയ രീതിയിൽ സഹനടൻ അല്ലെങ്കിൽ വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്താണ് മലയാള സിനിമയുടെ മുൻനിരയിൽ എത്തിച്ചേർന്നത് എന്ന് വേണ്ടിക്ക് പറയാം. പക്ഷേ ഏതൊരു നടനും തന്റെ കരിയർ ചേഞ്ചിങ് ആയിട്ട് ഒരു സിനിമ വരും എന്ന് പറയുന്ന പോലെ ജയന്റെ കരിയർ ചേഞ്ചിങ് ആയിട്ട് വന്ന സിനിമയാണ് 1979 റിലീസായ ശരപഞ്ചരം. ഈ ഒരു പടം ആ വർഷത്തെ ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്നായി മാറി. ജയന്റെ കരിയറിലെ തന്നെ മികച്ചൊരു നായക വേഷമാണ് ശരപഞ്ചരം എന്ന സിനിമയിലൂടെ കിട്ടിയത്. ഈ ഒരു പടം അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിന്റെ ഏറ്റവും മികച്ചൊരു വഴിത്തിരിവായി മാറി എന്ന് വേണ്ടിയിട്ട് നമുക്ക് പറയാം. ഈ ഒരു സിനിമയുടെ വൻ വിജയത്തിന് ശേഷം 10-25 കൊല്ലത്തോളം മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന പ്രേം നസീറിന് ഒരു കടുത്ത കോമ്പറ്റീറ്ററായി ജയൻ മാറി എന്നുള്ളതാണ് സത്യം. അതുവരെ മലയാളികൾ കണ്ട പ്രേം നസീർ, സത്യൻ, മധു എന്നീ നടന്മാരിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായൊരു അഭിനയ ശൈലിയായിരുന്നു ജയൻ്റേത്. ഐഡിയൽ ഫിസിക്കും ആറ്റിറ്റ്യൂഡും സ്വാഗും എല്ലാം കൂടിയ ഈ ഒരു നടൻ ആ ഒരു ടൈമിൽ പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ അദ്ദേഹം ഒരു റോൾ മോഡലായി എന്ന് വേണ്ടിക്ക് പറയാം. ചെറിയൊരു കാലയളവ് കൊണ്ട് തന്നെ കുട്ടികളും യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടുന്ന വലിയൊരു ആരാധക വൃന്ദത്തെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു എന്ന് വേണ്ടിക്ക് പറയാം. ജയന്റെ സിനിമകൾ ഞാൻ അങ്ങനെ ഒരുപാടൊന്നും കണ്ടിട്ടില്ല, കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ജനറേഷൻ ഗ്യാപ്പ്. പക്ഷേ പഴയ സിനിമകളിൽ മറ്റ് നടന്മാരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ജയന്റെ സിനിമകൾ തന്നെയാണ്. അതേപോലെ തന്നെ സത്യൻ, മധു ഇവരുടെ പടങ്ങളൊന്നും ഞാൻ പേഴ്സണലി അത്ര ഇൻട്രസ്റ്റോടെ കാണുന്ന ഒരാളല്ല. പിന്നെയും ഞാൻ പ്രേം നസീറിന്റെ പടങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പ്രേം നസീറിൻ്റെതായിട്ട് വ്യത്യസ്ത കൺസെപ്റ്റിലുള്ള നിരവധി മലയാള സിനിമകൾ വന്നിട്ടുണ്ട്. ഏതായാലും പ്രേം നസീറിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. ഏതായാലും ഞാൻ മുമ്പ് കണ്ട ജയന്റെ സിനിമകളെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ 1980 റിലീസായ അങ്ങാടി എന്ന സിനിമ ജയന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച വിജയ സിനിമകളിൽ ഒന്നായിരുന്നു. അത് ഒരു ചുമട്ട് തൊഴിലാളിയായിട്ടാണ് ജയൻ ആ ഒരു സിനിമയിലേക്ക് വരുന്നത്. ആ ഒരു പടത്തില് ജയന്റെ ഇംഗ്ലീഷിലുള്ള ആ ഒരു പഞ്ച് ഡയലോഗൊക്കെ ഇപ്പോഴും നല്ല ഫേമസ് ആണ്. What did you say? Buggers. Maybe we are poor. Coolies. Trolley pullers. But we are not buggers. ആ ഒരു കാലഘട്ടത്തിലെ ആളുകൾക്ക് അത്രയധികം രോമാഞ്ചമുണ്ടാക്കിയ ഒരു സീനായിരിക്കും ഇത്. പിന്നെ ജയൻ അഭിനയിച്ച സിനിമകളെ കുറിച്ച് പറയാനാണെങ്കിൽ അത് ഒരുപാട് പറയേണ്ടി വരും. പക്ഷേ അത് ഞാനായിട്ട് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ പറയുന്നതിനെയാണ്. കാരണം ഈ 90s 80s കാലഘട്ടത്തിലൊക്കെ ജനിച്ചവർക്ക് ഈ 2K പിള്ളമാരെക്കാട്ടിയും കൂടുതൽ സുപരിചിതനായിരിക്കും ജയൻ. അദ്ദേഹം അഭിനയിച്ച ഓരോ സിനിമകളിലൂടെയും അദ്ദേഹത്തിന്റെ സ്റ്റാർഡം വളർന്നുകൊണ്ടേയിരുന്നു എന്ന് വേണ്ടിക്ക് പറയാം. താൻ നായകനായിരുന്ന കാലഘട്ടത്തിൽ തന്നെ അന്നത്തെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള സിനിമകളിലായിരുന്നു ജയൻ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ആ
കാലഘട്ടത്തിൽ തന്നെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു നടനായിട്ട് ജയൻ മാറി എന്നുള്ളതാണ് സത്യം. മലയാളത്തിന്റെ ഒരു മഹാനടൻ എന്ന് തന്നെ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ഏതായാലും ഈ പ്രസന്റിലെ ലെജൻഡ്, അതായത് നമ്മുടെ മോഹൻലാലിന്റെ കൂടെ ജയൻ ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ ഏതാണെന്ന് വെച്ചാൽ 1981 റിലീസ് ചെയ്ത സഞ്ചാരി. നീ അങ്ങനെ അനാഥനായിട്ട് ഇറങ്ങി പോകേണ്ടവനല്ല. ഞാനും നീ ഒരു ചെറ്റക്കുടലിൽ വിശപ്പ് കൊണ്ട് വലഞ്ഞു കഴിഞ്ഞവരാണ്. ഞാൻ ഈ സ്വർഗത്തിൽ ഇരുന്നിട്ട് നീ നരകത്തിൽ പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നിന്നെ അടിച്ചു, നീ എന്നെ അടിച്ചു. ഞാനത് ക്ഷമിച്ചു, നീ എന്നോട് ക്ഷമിക്കണം. അതിനിടക്ക് എനിക്ക് നിങ്ങളോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും BGMI പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ള ഒരു കാര്യമാണ്, ഈ BGMI കളിക്കുന്ന എൻ്റെ ചില ഫ്രണ്ട്സിന് കിട്ടിയ ഒരു 8ന്റെ പണി നിങ്ങൾക്ക് ആർക്കും കിട്ടരുത് എന്നുള്ളത് കൊണ്ട് മാത്രം പറയുന്നതാണ്. ഈ ഗെയിംസ് ഒക്കെ കളിക്കുന്നവർക്ക് അറിയാം, ആ ഒരു ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് അക്കൗണ്ട് സെല്ലിംഗ് ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ്. ഈ BGMI അക്കൗണ്ട് സെല്ലിംഗ് ഗ്രൂപ്പ് എന്നുള്ള പേരിൽ ഒരുപാട് സ്പാമും അതിനിടക്ക് കളിക്കുന്നുണ്ട്. എൻ്റെ 2-3 ഫ്രണ്ട്സിന് ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് വഴി അവരുടെ അക്കൗണ്ടും പൈസയും നഷ്ടപ്പെടാനിടയായിട്ടുണ്ട്. ഞാനിവിടെ 2 ഗ്രൂപ്പിന്റെ പേര് സ്ക്രീനിൽ കൊടുക്കാം. ഞാനൊരു BGMI പ്ലെയർ അല്ല, അതേപോലെ തന്നെ ഇത് എൻ്റെ ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റും അല്ല. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഗ്രൂപ്പിലൂടെ എൻ്റെ ഫ്രണ്ട്സിന് കിട്ടിയ പണി ഇനി മറ്റൊരാൾക്ക് ഉണ്ടാവാൻ പാടില്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു പൈസ ഒറ്റയടിക്ക് ഒരുത്തൻ തൂക്കിക്കൊണ്ട് പോവാന്ന് പറയുമ്പം ഒരിക്കലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓക്കെ, ഏതായാലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. വർഷം 1981. കോളിളക്കം സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ടിങ്ങിനിടെ വെച്ച് നടൻ ജയൻ മരണപ്പെട്ടു. മലയാളക്കര ഒന്നടങ്കം നടുങ്ങിയൊരു വാർത്തയായിരുന്നു അത്. അദ്ദേഹത്തിന്റെ സൂപ്പർ സ്റ്റാർഡത്തിന്റെ ടോപ്പ് നോച്ചിൽ നിൽക്കുന്ന ടൈമിലാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. അന്നത്തെ മലയാളക്കരയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ പെട്ടെന്ന് മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പം ആരായാലും ഒന്ന് ഷോക്ക് ആവൂലേ? ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്ന പദവിയിൽ വെറും 1.5 വർഷം മാത്രമേ ജയൻ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. സത്യം പറഞ്ഞാൽ ജയൻ അന്ന് മരണപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന മോഹൻലാലും മമ്മൂട്ടിയും നായകന്മാരായിട്ട് വന്ന പല സിനിമകളിലും അവർക്ക് പകരം ജയന്റെ മുഖം കാണാൻ കഴിയുമായിരുന്നു. ഇനി എല്ലാവർക്കും ഉള്ള ഒരു പ്രധാന സംശയമാണ്, ജയൻ മരണപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും വരവോടുകൂടി അദ്ദേഹം ഫീൽഡ് ഔട്ട് ആവുമായിരുന്നു. അല്ലെങ്കിൽ മോഹൻലാലും മമ്മൂട്ടിയും ഇന്ന് കാണുന്നത് പോലത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറില്ലായിരുന്നു. ഇവിടെ ഒരു കാര്യം പറയാ, ജയൻ മരണപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് മമ്മൂട്ടിയായിരിക്കും. കാരണം ആ ടൈമിൽ മോഹൻലാലിന് കയറി വരാൻ വേണ്ടിയിട്ട് പ്രിയദർശനെ പോലത്തെ സംവിധായകന്മാരുണ്ട്. പക്ഷേ മമ്മൂട്ടിക്ക് അങ്ങനെയല്ല. ആ ടൈമിൽ IV ശശി, ജോഷി, K മധു ഇതുപോലുള്ള സംവിധായകരൊക്കെ അവരുടെ സിനിമകൾക്കായിട്ട് മമ്മൂട്ടിയെക്കാളും ചൂസ് ചെയ്യാൻ സാധ്യത ജയനെയാണ്. എന്ന് വെച്ച് അതുപോലെ തന്നെ സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇങ്ങനെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത പറഞ്ഞു എന്നേ ഉള്ളൂ. ജയനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിന്റെ 25% പോലും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ജയനെ കുറിച്ച് സംസാരിക്കുമ്പം അതിൽ കുറ്റം പറയേണ്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അതെ, ചില മിമിക്രി ആർട്ടിസ്റ്റുകൾ. അങ്ങനെയുള്ള മിമിക്രി ആർട്ടിസ്റ്റുകളിൽ ചില ആൾക്കാരുടെയൊക്കെ ആ ഒരു വേഷവിധാനവും ആ ഒരു സംസാര ശൈലിയൊക്കെ ജയൻ എന്ന നടനെ കുറച്ച് ഓവറാക്കി കളിയാക്കുന്ന രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഏതായാലും ജയനെ കുറിച്ച് ഒരു 2K കിഡ് എന്ന രീതിയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിലും മികച്ചൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ.